ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് മീഷോ കുർത്തീസ് ആൻഡ് അനാർക്കലി ഹോൾ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും 400 ബിലോ വരുന്ന റേഞ്ചിലുള്ള കുറച്ച് കുർത്തീസ് ആൻഡ് ടോപ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇഫ് യു ആർ എ മീഷോ യൂസർ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളർ കുർത്തിയാണ്. ഇതിൻ്റെ റൗണ്ട് നെക്കാണ് വരുന്നത്. അതേപോലെ തന്നെ സ്ലീവ്ലെസ് ആണ്. പിന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ്. ഇത് കുർത്തി മാത്രമുള്ള ഒരു സെറ്റായിരുന്നു. ഇതിന് 238 റുപ്പീസാണ് ആയത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെയിലി വെയറിന് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് കുർത്തിയാണിത്. അപ്പോൾ നമുക്ക് ചെക്ക് ഇറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് തന്നെയാണ്. ഇതിന് എത്രയായെന്ന് എനിക്ക് ഓർമ്മയില്ല. അറൗണ്ട് ഒരു 200-300 ഇടയിലാണെന്ന് ഓർമ്മയുണ്ട്. കാരണം ഇത് എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാൻ നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു സെറ്റായിരുന്നു. ഇതിൻ്റെ കൂടെ വൈറ്റ് കളറിലെ ഒരു പ്ലാസോയും വരുന്നുണ്ടായിരുന്നു. പ്ലാസോ എൻ്റെ നിന്ന് പോയി. ഇപ്പോൾ കുർത്ത ഞാൻ പ്ലാസോ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുർത്ത മാത്രമേ ഇപ്പം എൻ്റെ ഉള്ളൂ. ഇത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇതും ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ്. അത്യാവശ്യം ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഡെയിലി വെയറിന് പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. അത് അടുത്തതായിട്ട് ഒരു സെറ്റാണ്. വൈറ്റിൻ്റെ കുർത്തി സെറ്റാണ്. ഇത് നൈറ കട്ടിൽ വരുന്ന ടസൽസ് ഒക്കെ ഉള്ള സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ്. നീ ലെങ്ത്താണ് കൈ വരിക. അതേപോലെ തന്നെ ഇത് സ്മോളാട്ടോ, സൈസ് സ്മോളാണ്. സ്മോൾ അല്ലെങ്കിൽ 36 ഇതാണ് സൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പാൻറ്റും ഉണ്ട്. വൈറ്റ് തന്നെ ഡിസൈൻസ് വരുന്നൊരു ടൈപ്പിലുള്ളൊരു പാൻറ്റാണ്. രണ്ടും കോട്ടൺ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒക്കേഷന് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇതിനെന്ന് പറയുന്നത് ഒരു 324 റുപ്പീസാണ് ഈ സെറ്റിന് വരുന്നത്. ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കുർത്തിയാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു അനാർക്കലി സെറ്റാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ബോട്ടം അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിനെന്ന് പറഞ്ഞാൽ ഒരു 321 റുപ്പീസാണ്. ഇതൊരു മറൂൺ ഷെയ്ഡിൽ വരുന്ന അത്യാവശ്യം ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിട്ട് നിന്നിരുന്ന അനാർക്കലി സെറ്റാണ്. ഫുൾ ലെങ്ത്താണ് ഇതിൻ്റെ കൈ വരുന്നത്. നല്ല ജോർജറ്റാട്ടോ മെറ്റീരിയൽ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാട്ടോ. അല്ലാതെ ലൈക്ക് 200 രൂപ 300 രൂപ ആയതുകൊണ്ട് ക്വാളിറ്റിയിൽ കുറവൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് ഡ്രസ്സുകളാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഷോളാണിത്. ഷോളിലും സെയിം അതേ പ്രിൻറ്റും തന്നെയാണ് വരുന്നത്. പക്ഷേ എനിക്ക് ആകെ ഇതിലൊരു കുഴപ്പം തോന്നുന്നത് ഷോളിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഡെയിലി വെയറിനാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒരു ഒക്കേഷൻ ഇടാനാണെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 321 റുപ്പീസാണ്. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ബ്ലാക്ക് റെഡ് കുർത്ത കോംബോ ആണ്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കുർത്ത കോംബാണ്. ഇതും സ്മോളിലാണ് വന്നിട്ടുള്ള കോട്ടൻ്റെ ആണ്. ഇതിന് 390 റുപ്പീസാണ്. റൗണ്ട് നെക്കാണ് വരുന്നത്. മെയിനായിട്ട് ബ്ലാക്ക് റെഡ് കളറിലെ ഡിസൈൻസ്. ഇതിൻ്റെ ബോട്ടം വരുന്നതും റെഡ് കളറിൽ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. പ്ലെയിൻ ഒരു പാൻറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷോളും വരുന്നത്. ഈ ഷോളും കോട്ടൻ്റെ തന്നെ നല്ല ഷോളാണ്. ഇതിൻ്റെയും ഇതൊന്നും ഷോളിന് കുറച്ച് ലെങ്ത്ത് കുറവാണ്. അല്ലാതെ മതി പൊക്കോ. ഓക്കെ, അപ്പോൾ ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഷോളിൻ്റെ കുറച്ച് ലെങ്ത്ത് കുറവാണെന്നേ ഉള്ളൂ. ഓവർ ലെങ്ത്തും ഇല്ല, എന്നാൽ ഒത്തിരി ലെങ്ത്ത് കുറവില്ല. ഒരു മീഡിയം ലെവലിൽ എനിക്ക് ഷോളിന് കുറച്ച് ലെങ്ത്ത് വേണം എന്നുള്ളൊരു എനിക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കോട്ടൻ്റെ ഡ്രസ്സാണ്. 390 റുപ്പീസിന് എനിക്ക് തോന്നുന്നു നല്ലൊരു അടിപൊളി ഡെയിലി വെയർ സെറ്റ് ആണിത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡ്രസ്സിൻ്റെയും ഫോട്ടോസ് ഞാനിവിടെ സൈഡിലായിട്ട് കൊടുക്കാം. ലൈക്ക് റേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസസ് ഉണ്ട്. സോ ലൈക്ക് എല്ലാ പ്രാവശ്യവും റേറ്റ് അവർ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത് റേറ്റ് ആയിരിക്കണം ഇല്ല. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നത് വരെ